നമസ്കാരം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം നീളുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിവിധ സ്ഥാനാർത്ഥി പട്ടികകളിലും വയനാട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും ഇതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തീരുമാനം ഇനിയും നീട്ടില്ലെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. വയനാട് സീറ്റിന്റെ കൂടെ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനാണ് കോൺഗ്രസിന്റെ ആലോചന. കടലിന്റെ മക്കളെ അപമാനിച്ച് ശശി തരൂർ MP മത്സ്യമാർക്കറ്റിലെ മണം തനിക്ക് ഓക്കാനമുണ്ടാക്കുന്നതാണെന്ന് ശശി തരൂരിന്റെ ട്വീറ്റ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മത്സ്യമാർക്കറ്റിലെത്തിയ ശേഷമായിരുന്നു തരൂരിന്റെ ട്വീറ്റ്. പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമായി മാറിയ മത്സ്യത്തൊഴിലാളികളും മത്സ്യം കഴിക്കുന്ന മലയാളികളെയും അപമാനിക്കുന്ന ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കടലിന്റെ മക്കളെ അപമാനിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ നടത്തിയ ട്വിറ്റർ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമായത്. പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടു തേടി മത്സ്യമാർക്കറ്റിലെത്തിയ ശശി തരൂർ തുടർന്ന് ചിത്രം സഹിതം ട്വിറ്ററിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. മീൻമണമേറ്റാൽ ഓക്കാനിക്കുന്ന വെജിറ്റേറിയൻ ബോധമാണ് തനിക്കുള്ളതെന്നും എന്നാൽ ചന്തയിലെ ആരവങ്ങൾ തന്നെ ഉത്സാഹഭരിതനാക്കി എന്നുമാണ് ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകളും നേതാക്കളും രംഗത്തു വന്നു. തരൂരിന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് സവർണജാതിത്വത്തിന്റെ ജാതിബോധമാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷമയാണ് അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കാതെ കാത്തതെന്നും CPIM നേതാവും MLAയുമായ M സ്വരാജ് പ്രതികരിച്ചു. സമൂഹമാധ്യമങ്ങളിലും ശശി തരൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പ്രളയകാലത്തെ രക്ഷകരെ അപമാനിക്കും വിധമാണ് മത്സ്യഗന്ധി സമൂഹത്തെ MP അഭിമാനിച്ചതെന്നാണ് ഉയരുന്ന വിമർശനം. ശശി തരൂരിന്റെ അഭിപ്രായം തന്നെയാണോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും മത്സ്യത്തൊഴിലാളികളെ കുറിച്ചുള്ള അഭിപ്രായമെന്ന ചോദ്യവും എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച ഘട്ടത്തിൽ ശശി തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനം ചർച്ചയായാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ കൊച്ചിയിലും പ്രതിഷേധം. തോപ്പുംപടി ബീച്ച് റോഡ് ജംഗ്ഷനിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കൊച്ചിയിലും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ശശി തരൂർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് തോപ്പുംപടിയിലെ ബീച്ച് റോഡിലുള്ള സൗദി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സൈനികരെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച തങ്ങളെ അപമാനിച്ച ശശി തരൂരിനെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് അവർ പറഞ്ഞു. പ്രളയമുണ്ടായപ്പോൾ 10,000-കണക്കിന് ജനങ്ങളെ സ്വന്തം നെഞ്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞ ഒരു ജനവിഭാഗത്തെയാണ് എനിക്ക് അവരെ കാണുമ്പോൾ ഓക്കാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ തളം താന്ന ആ ജനവിഭാഗത്തോട് കാട്ടിയ നിന്ദ്യമായ ഭാഷയാണ്. അതുകൊണ്ട് അദ്ദേഹം പൊതുമാപ്പ് പറയണം. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത MP-മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള തെളിവാണ് ശശി തരൂർ. അറേ സമൂഹത്തോടുള്ള കോൺഗ്രസിന്റെ മനോഭാവത്തിനെതിരെ സമ്മതിദാനാവകാശത്തിലൂടെ പ്രതികരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇത് വലിയ തിരിച്ചടിയായിരിക്കും ശശി തരൂരിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിക്കാൻ പോകുന്നു. ശംഖുമുഖം അടക്കമുള്ള മത്സ്യമേഖല ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് ശശി തരൂരിന്റെ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാണ് ഇത് കാണാൻ. ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ആകമാനം, പ്രത്യേകിച്ച് മധ്യകേരളത്തിലും തീരദേശ മേഖലയെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിനെതിരെ കൊല്ലത്തും തീരമേഖലയിലും പ്രതിഷേധം. പന്തം കൊളുത്തിയായിരുന്നു പ്രതിഷേധം. മത്സ്യങ്ങൾ ജീവിക്കുന്ന കടലിന്റെ ഓരത്തു നിന്നാണ് വാടി മൂതാക്കര മുതൽ പോർട്ട് കൊല്ലം വരെ പന്തം കൊളുത്തി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മത്സ്യഗന്ധമുള്ള തൊഴിലാളികളുടെ വോട്ട് മാത്രം ശശി തരൂരിന് എന്തിനെന്നും UDF കേരളത്തിലെ സൈന്യത്തോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഏറ്റവുമായി തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ മൊത്തം അവഗണിച്ച ഒരു രീതിയാണ് ഈ MP പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ നയങ്ങൾക്കൊരു രീതിയാണ് മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുമായിട്ട് യോജിച്ചൊരു വിഷയമില്ല ഇത് പറയുന്നത്. തീരപ്രദേശത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികളെ ഒരു പ്രത്യേകിച്ച് ധിക്കരിച്ചൊരു സംസാരമാണ് ശശി തരൂർ MP പറഞ്ഞിരിക്കുന്നത്. പ്രളയത്തിൽ വന്ന് എല്ലാ രക്ഷാപ്രവർത്തനം പോയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സല്യൂട്ട് കൊടുത്തതാണ് സൈന്യം എന്ന് പറഞ്ഞിട്ട്. ആ സൈന്യത്തെയാണ് ഇപ്പം
മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അവമാനിച്ചിരിക്കുന്നത്. മത്സ്യം പിടിക്കുന്നതിലും വിൽക്കുന്നതിലും ഇതര സമുദായത്തിൽപ്പെട്ടവരുമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ മനസ്സിലാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. പ്രളയകാലത്ത് കേരളത്തിലെ UDF എംപിമാരെ എവിടെയും കണ്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശശി തരൂർ അപമാനിച്ചതിൽ കോഴിക്കോട്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടലിന്റെ മക്കളെ അപമാനിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയിൽ കോഴിക്കോട്ടെ കടൽ തീരത്തെ ജനങ്ങളും പ്രതിഷേധിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത് ശശി തരൂരിന്റെ പ്രസ്താവനയിൽ? മത്സ്യത്തൊഴിലാളി അപമാനിച്ചതിൽ സൈന്യ എന്ന് പറഞ്ഞ ആ സമൂഹത്തെ അപമാനിച്ച ശശി തരൂരിനെ പോലത്തെ പാർലമെന്റ് മെമ്പർമാരെ കേരളത്തിൽ നിന്ന് ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും തന്നെ ഞാൻ പറയാനുള്ളത്. കാരണം ഇത്രയും ജീവൻ പണയം വെച്ച് ഇവിടെയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചതിന്റെ പേരിൽ ജാതിയും മതവും ഗുണവും നിറവൊന്നും നോക്കാതെ ഈ പ്രളയമുള്ള സമയത്ത് എല്ലാവരും ജീവൻ രക്ഷപ്പെടുത്തിയതാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ ഒരു മത്സ്യത്തൊഴിലാളിനെ കേരള ഗവൺമെൻറ് കേരളത്തിന് സൈന്യമായിട്ട് അംഗീകരിച്ചു. പക്ഷേ ആ സൈന്യത്തെ ഒന്നായിട്ട് അപമാനിക്കുന്നൊരു പ്രസ്താവനയാണെന്ന് ശശി തരൂർ എടുത്തത്. ഈ മത്സ്യത്തൊഴിലാളികളെ മൊത്തം ചവിട്ടിത്തേക്കുന്ന ഒരു പ്രസ്താവന കൊണ്ട് ഇങ്ങനത്തെ പ്രതിനിധി ഈ കേരളത്തിന് വേണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്നുവെച്ചാൽ പ്രളയം വന്നതിന് ശേഷം നമ്മൾ ജാതി മതം നോക്കാതെയായിരുന്നു നമ്മളെ ആങ്ങളമാരായാലും ഭർത്താക്കന്മാരൊക്കെ പ്രളയത്തിൽ രക്ഷിക്കാനുണ്ടായിരുന്നത്. കടലോര മേഖലയിൽ അത്ര അധ്വാനിച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് എന്താ പറയുക, എനിക്ക് ആ പറഞ്ഞതുകൊണ്ട് ഭയങ്കര മറ്റൊരു വേദന നമുക്ക് ഈ നാട്ടിൽ ഉണ്ടായി. ഇപ്പോഴാണ് ഒരു മാപ്പ് പറയണമെന്നുള്ള. ഇനിയുള്ള നാളുകളിലും പ്രതിഷേധം ശക്തമാവുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഫിറോഷ് കൊട്ടാലിക്കൊപ്പം PV ജോഷില. മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് LDF. പ്രളയകാലത്ത് കേരളീയ ജനസമൂഹത്തെ മഹാദുരന്തത്തിൽ നിന്നും രക്ഷിച്ച കേരളത്തിന്റെ സ്വന്തം സൈന്യത്തെയാണ് ശശി തരൂർ അപമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ കാഴ്ചപ്പാടും സമീപനവുമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് GR അനിലും പ്രസ്താവനയിൽ പറഞ്ഞു. അമേഠിയിൽ നിന്നുള്ള MP-ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള ആവശ്യം ന്യായമെന്നും ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതേ നിലപാട് പിന്നീട് വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ആവർത്തിച്ചു. എന്നാൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ രാഹുൽ തീരുമാനം പറഞ്ഞില്ല. ഇതോടെ വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തുന്നില്ലെന്ന് വ്യക്തമായി. രാഹുൽ ഗാന്ധി വയനാട്ടിലോ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നോ മത്സരിക്കുമോ എന്ന ചോദ്യം സജീവമായി നിലനിൽക്കവെയാണ് താൻ അമേഠിയിൽ നിന്നുള്ള MP-ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അമേഠി തന്റെ കർമ്മഭൂമിയാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് മണ്ഡലം നിലനിർത്തുമെന്ന് ഒരു ദേശീയ മാധ്യമത്തോട് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യം ശരിയാണെന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. താൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യം ഉയരാൻ കാരണം മോദിയാണ്. ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിൽ സ്നേഹത്തിന്റെ പാതയുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJP ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഭാഷയും സംസ്കാരവും ഭീഷണി നേരിടുന്നുവെന്ന തോന്നലിലാണ് താൻ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ പറഞ്ഞു. ഈ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാൽ മണ്ഡലം നിലനിർത്തുമെന്നായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. അമേഠിയാണ് താൻ നിലനിർത്തുകയെന്ന് രാഹുൽ വ്യക്തമാക്കിയതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇതിനും മറുപടി പറയേണ്ട അവസ്ഥയിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ നാളെ മുതൽ സംസ്ഥാനത്തെത്തും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള, ബൃന്ദ കാലാട്ട്, MA ബേബി, സുഭാഷിണി അലി, CPM ജനറൽ സെക്രട്ടറി സുധാകരൻ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിന് പര്യടനത്തിനായി എത്തുക.
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന LDFന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആവേശം പകരാനായാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻ പിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും 2 ഘട്ടങ്ങളായി പ്രചാരണം നടത്തും. നാളെ രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രചാരണത്തിന് തുടക്കമാകുക. നാളെ മുതൽ ഏപ്രിൽ 2 വരെ ആദ്യഘട്ട പ്രചരണവും ഏപ്രിൽ 17 മുതൽ 20 വരെ രണ്ടാംഘട്ട പ്രചരണവും യെച്ചൂരി നടത്തും. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയും 2 ഘട്ടങ്ങളിലായി തന്നെയാണ് പര്യടനം നടത്തുന്നത്. സുഭാഷിണി അലി 9 ദിവസവും S രാമചന്ദ്രൻ പിള്ള 14 ദിവസവും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 20 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ 9 മണ്ഡലങ്ങളിലും പര്യടനത്തിനെത്തും. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏപ്രിൽ 9-നും അസിസ്റ്റന്റ് സെക്രട്ടറി D രാജ ഏപ്രിൽ 3-നും അമർജിത് കൌൾ ഏപ്രിൽ 6-നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നാളെ മുതൽ ഏപ്രിൽ 20 വരെയായും പ്രചരണ രംഗത്തുണ്ടാകും. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാനും ആവേശം നിറയ്ക്കാനുമായി ദേശീയ നേതാക്കൾ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം വീണ്ടും കൊഴുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനലക്ഷങ്ങൾ പങ്കെടുത്ത KPMS 48ാം സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികളെയും യാഥാസ്ഥിതികരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ കൈകോർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് മതനിരപേക്ഷത തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും സംസ്ഥാനത്ത് മതമോ ജാതിയോ ആയ ഭിന്നത കടന്നുകൂടരുതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളെയും യാഥാസ്ഥിതികരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ കൈകോർക്കണമെന്ന ആഹ്വാനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ KPMSന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 5 വർഷം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ വലിയ കടന്നാക്രമണങ്ങളാണ് നടന്നത്. ഈ ദുരവസ്ഥ ചർച്ച ചെയ്യാതെ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഇത്തരം ജാതീയമായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ഭരണാധികാരികൾ ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടത് 2 വിഭാഗമായിരുന്നു. ജാതീയമായ രീതിയിൽ നോക്കിയാൽ പട്ടികജാതി, പട്ടികവർഗ വിഭാഗം. നമ്മുടെ നാടിനെ ജാതിവെറിയുടെയും മതസ്പർദ്ധയുടെയും ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട് ഇന്ന് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലാണ് ഈ മാറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. KPMS പ്രസിഡന്റ് V ശ്രീധരൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ബിനോയ് വിശ്വം MP, മേയർ VK പ്രശാന്ത്, MLAമാരായ VK ഇബ്രാഹിം കുഞ്ഞ്, M വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. P ജയരാജൻ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C ദിവാകരനും ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി A സമ്പത്തും ജില്ലാ കളക്ടർ K വാസുകിക്ക് മുൻപാകെയാണ് രാവിലെ 10-ന് പത്രിക സമർപ്പിക്കുക. ഇടതു സ്ഥാനാർത്ഥികളായ P ജയരാജ്, PK ശ്രീമതി, A പ്രദീപ് കുമാർ, P രാജീവ്, ഇന്നസെന്റ്, AM ആരിഫ് എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനും ഇന്ന് പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെ വരെ 23 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിർണായ മണിക്കൂറുകളിലൂടെയാണ് കുട്ടി കടന്നുപോകുന്നതെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി അരുണിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് മർദ്ദനം നടന്ന കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തും. കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. തലച്ചോറിനേറ്റ ക്ഷതം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് ആരോഗ്യനില മോശമായി തുടരാൻ കാരണം. നിർണായകമെന്ന് ഡോക്ടർമാർ വിശേഷിപ്പിച്ച 48 മണിക്കൂർ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. ആശ്വാസകരമായ ഒരു പ്രതികരണവും ഉണ്ടായില്ലെങ്കിൽ
വെന്റിലേറ്റർ സഹായം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അതേസമയം കുട്ടിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പ്രതി അരുൺ ആനന്ദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുട്ടി മർദ്ദനത്തിന് ഇരയായ തൊടുപുഴ കുമാരമംഗലത്തെ വീട്ടിൽ പ്രതിയെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയിൽ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് സൂര്യതപം മുന്നറിയിപ്പ് തുടരുന്നു. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും മുന്നറിയിപ്പ് നീട്ടി. ഒരു മാസത്തിനിടെ 364 പേർക്കാണ് സൂര്യാതാപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യതപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4 ദിവസമാണ് 41 ഡിഗ്രി ഇവിടെ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ വേനൽമഴ നേരിയ തോതിൽ സംസ്ഥാനത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് ലഭിച്ചില്ലെങ്കിൽ ചൂട് ഇനിയും കടുക്കും. നിലവിൽ 51% കുറവാണ് വേനൽമഴയിൽ ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരിഷ്കരിച്ച ബ്രെക്സിറ്റ് പ്രമേയവും ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി തെരേസ മേയുടെ പ്രമേയം 286-നെതിരെ 344 വോട്ടിന് പാർലമെന്റ് തള്ളി. 3-ാം തവണയാണ് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള കരാർ തള്ളുന്നത്. മുൻപ് 2 തവണ മേയുടെ പ്രമേയം പാർലമെന്റ് വോട്ടിനിട്ടിരുന്നു. പാസായാൽ രാജിവെക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പുതിയ കരാറുമായി തെരേസ വീണ്ടും എത്തിയത്. പക്ഷേ മേയുടെ വാഗ്ദാനം പാർലമെന്റ് കണക്കിലെടുത്തില്ല. പ്രതിസന്ധി മറികടക്കാൻ തെരേസ മേയെ മറികടന്ന് മറ്റ് എംപിമാർ അവതരിപ്പിച്ച പ്രമേയങ്ങളും വോട്ടിനിട്ട് തള്ളിയിരുന്നു. നീരവ് മോദിക്ക് ലണ്ടൻ കോടതി ജാമ്യം നിഷേധിച്ചു. സാക്ഷികൾക്ക് വധഭീഷണിയുണ്ടെന്നും നീരവ് മോദി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. നീരവ് മോദി ബ്രിട്ടനിൽ നിന്ന് കടന്നുകളയാനുള്ള സാധ്യതയും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഏപ്രിൽ 26 വരെ നീട്ടി. നീരവ് മോദി ലണ്ടനിലെ ജയിലിൽ കഴിയേണ്ടി വരും. ഈ മാസം ആദ്യം അറസ്റ്റിലായ നീരവിനെ വിട്ടു നൽകണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. കേസിൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ സംഘം ലണ്ടനിൽ തുടരുന്നു. അനശ്വരയായ കയ്യൂർ രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി പ്രകടനത്തോടും അനുസ്മരണ സമ്മേളനത്തോടും കൂടിയാണ് 4 രണധീരന്മാരുടെ 76-ാം രക്തസാക്ഷി ദിനം കയ്യൂർ ജനത ആചരിച്ചത്. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കേരള ജനത LDF-നെ പിന്തുണയ്ക്കണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മടത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, പൊടോരക്കുഞ്ഞിമു നായർ രക്തതാരങ്ങളായി മാറിയ കയ്യൂരിന്റെ വീരപുത്രന്മാർക്ക് നാട് വീണ്ടും സ്മരണാഞ്ജലി അർപ്പിച്ചു. 76-ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിലും കയ്യൂർ ഗ്രാമം ഒന്നാകെ രക്തസാക്ഷിതകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾക്ക് മരണമില്ലെന്ന് ഒരേ സ്വരത്തിൽ അവർ പ്രഖ്യാപിച്ചു. ബാൻഡ് സംഘങ്ങൾ, വനിതകൾ ഉൾപ്പെടെയുള്ള ചുവപ്പ് സേനാംഗങ്ങൾ എന്നിവരുടെ മാർച്ചോടുകൂടിയായിരുന്നു അനുസ്മരണ റാലി. കയ്യൂർ ടൗണിലും ചായ്യോത്തും കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം കയ്യൂർ രക്തസാക്ഷി നഗറിൽ സംഗമിച്ചു. രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുമുണ്ടായി. പ്രഭാതപേരിയും പതാക ഉയർത്തലോടും കൂടിയാണ് കയ്യൂരിൽ രക്തസാക്ഷി ദിനാചരണത്തിന് തുടക്കമായത്. CPIM-ഉം CPI-യും സംയുക്തമായാണ് കയ്യൂർ രക്തസാക്ഷി ദിനാചരണം
നടത്തുന്നത്. അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുവാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ LDF MPമാർ ഉണ്ടാകണമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ എതിർക്കുന്ന കാര്യത്തിൽ UDFും BJPയും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസും BJPയും ഒരേ തൂവൽ പക്ഷികൾ എന്ന് വേണമെങ്കിൽ അവരെ നമുക്ക് വിളിക്കാം. ഇടതുപക്ഷത്തെ എതിർക്കുക എന്ന ഒരു മിനിമം പരിപാടിയിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി വിധി എഴുതാൻ നമുക്ക് ഈ കേരളത്തിന് കഴിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ പാർലമെന്റിൽ അതിന്റെ സാന്നിധ്യം ഉയർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണയോടെ കേരളത്തിൽ നിന്ന് കഴിയും. ഡോക്ടർ C. ബാലനും KP വേണുഗോപാലനും ചേർന്ന് രചിച്ച കയ്യൂർ സമരം പോരാട്ടത്തിന്റെ കനൽചന്ത് എന്ന പുസ്തകം P. കരുണാകരൻ MP TV കരുണാകരന് നൽകി പ്രകാശനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, TV രാജേഷ് MLA, മുൻ MLA K. കുഞ്ഞിരാമൻ, T. ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹൈബിയിടനെതിരായ ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ഇരയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അഭിഭാഷക മിത സുധീന്ദ്രനാണ് അമിക്കസ് ക്യൂറി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചാണ് ഇര കോടതിയെ സമീപിച്ചത്. കേസിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അമിക്കസ് ക്യൂറിയുടെ സഹായം ആവശ്യമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ജയരാജൻ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C. ദിവാകരനും ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി S. സമ്പത്തും ജില്ലാ കളക്ടർ K. വാസുകിക്ക് മുൻപാകെയാണ് രാവിലെ 10-നാണ് പത്രിക സമർപ്പിക്കുക. ഇടതു സ്ഥാനാർത്ഥികളായ P. ജയരാജൻ, P. K. ശ്രീമതി, A. പ്രദീപ് കുമാർ, P. രാജീവ്, ഇന്നസെന്റ്, A. M. ആരിഫ് എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. കോഴിക്കോട്ട് UDF സ്ഥാനാർത്ഥി M. K. രാഘവനും ഇന്ന് പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെ വരെ 23 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ വിജയത്തിനായി നാടൊന്നാകെ രംഗത്ത്. ആവേശമൂത്ത ചെറുപ്പക്കാർ സ്വന്തം വാഹനം തന്നെ ആരിഫിന്റെ ചിത്രങ്ങൾ പതിച്ച് പ്രചാരണത്തിനായി ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ വാഹനം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളൊക്കെ പതിച്ച ഒരു മനോഹരമായ രീതിയിലാണ് ഇത് പ്രചരണ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഈ വാഹനം ഇതിന്റെ ഉടമകളോട് തന്നെ കാര്യം ചോദിക്കാം. ഇത് നിങ്ങൾ ഇപ്പം എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇതിന്റെ ഈ പ്രചരണ രംഗത്തുണ്ട്? പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ പ്രചരണ രംഗത്തുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആരിഫിന്റെ സജീവ പ്രവർത്തകരാണോ അതോ ആരിഫിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ? സ്വന്തമായിട്ട് നിങ്ങൾ ഈ പ്രചരണത്തിന് ഇറങ്ങിയതാണോ? സ്വന്തമായിട്ട് ഇലക്ഷന്റെ ആവേശം കൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറെ പൈസ ആയിട്ടില്ലേ? ഒരു 20,000 പരം രൂപയായിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും ദിവസം നിങ്ങൾ ഈ പ്രചരണ രംഗത്ത് ഈ വാഹനം വളരെയധികം ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ശരി, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലായിടത്തും നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. നിങ്ങൾ ആരിഫിനോടുള്ളൊരു സ്നേഹമാണോ പാർട്ടിയോടുള്ള സ്നേഹമാണോ അതോ എന്താണ് എന്റെ കാരണം? പ്രസ്ഥാനത്തിനോടുള്ള ആവേശവും സ്നേഹവുമാണ്, അതാണ് ഞങ്ങളുടെ ആവേശം. നിങ്ങൾ ശരിക്കുള്ള സ്ഥലം എവിടാ? ഇത് കായംകുളം പുതുപ്പള്ളി. അല്ല, നിങ്ങൾ ഇന്നിപ്പോ ഈ പ്രചരണം എന്ന് പറയുന്നത് അരൂർ മണ്ഡലത്തിലാണ്, അതായത് മണ്ഡലത്തിന്റെ വടക്കേ അറ്റത്താണ്. നിങ്ങൾ ഈ എത്ര ദിവസമായിട്ട് ഈ പ്രചരണ രംഗത്ത് സജീവമായിട്ട്? ഏകദേശം 4-6 ദിവസമായിട്ട് സ്വീകരണ പരിപാടിയിലുണ്ട്. കരുനാഗപ്പള്ളി മുതലുണ്ട്. ഇന്ന് തീരുകയാണ് പ്രചരണം. 2ാം ഘട്ടം തുടങ്ങുന്നത് വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് മറ്റന്നാൾ തുടങ്ങുകയാണ്. നിങ്ങൾ പ്രചരണം തീരുന്നിടം വരെ രംഗത്തുണ്ടാവും? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും കാണും. അപ്പൊ എല്ലാവിധ ആശംസകളും. കാര്യം നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും. എന്തായാലും വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകർ സജീവമായിട്ട് ഈ രംഗത്തുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. സ്വന്തം വാഹനത്തിൽ സ്റ്റിക്കർ മുട്ടിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുന്ന 2 യുവാക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. പേര് ചോദിക്കാൻ വിട്ടുവോ? നിങ്ങളുടെ പേര്? എൻ്റെ പേര് നൌഷാദ്, ഇത് ശ്യാംലാൽ. ഓക്കെ, ഈ 2 പേരും ആരിഫിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ കാണണമെന്ന് ആശംസിക്കുന്നു. ഇടുക്കിയിൽ പ്രചാരണം ശക്തമാക്കി 3 മുന്നണികളും. ഇടത് സ്ഥാനാർത്ഥിയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ടവും NDA സ്ഥാനാർത്ഥിയുടെ 1ാം ഘട്ട പ്രചാരണവുമാണ് നടക്കുന്നത്.
ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പൊതുപര്യടനമാണ് പുരോഗമിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ടഭ്യർത്ഥന. കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് ഈ പാർലമെന്റ് ജില്ലയിലെ ജനങ്ങളുടെ ശബ്ദം ആയി പ്രവർത്തിക്കാൻ സാധിച്ചത്, അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനമാകെ കണ്ട ഇടുക്കിയിലെ ആളുകളുണ്ട്. ഇടപെട്ടുമ്പോൾ അവരുമായി ഉണ്ടായ ആത്മബന്ധമുണ്ട്, എഴിയെടുപ്പമുണ്ട്. ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എന്റെ കരുത്ത്. ജോയിസ് വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണം 2ാം ഘട്ടത്തിലാണ്. വൈകാതെ പൊതുപര്യടനം ആരംഭിക്കും. മികച്ച പ്രതീക്ഷയിലാണ് ഡീൻ. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. മാത്രവുമല്ല, ഇടുക്കിയിലെ ജനങ്ങൾ ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി BDJSന്റെ ബിജു കൃഷ്ണന്റെ പ്രചരണാർത്ഥമുള്ള അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമില്ലെങ്കിലും പ്രചാരണ രംഗത്ത് 3 മുന്നണികളും സജീവമാണ്. പരമാവധി നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനും അടിയൊഴുക്കിന് തടയിടുന്നതിനുമുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ 2ാം ഘട്ട പര്യടനം പൂർത്തിയായി. ശ്രീമതി ടീച്ചർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തിയ LDFനൊപ്പമെത്താനുള്ള പരിശ്രമത്തിലാണ് UDF NDA സ്ഥാനാർത്ഥികൾ. വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട പര്യടനവും തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള 2ാം ഘട്ട പ്രചരണവുമാണ് ശ്രീമതി ടീച്ചർ പൂർത്തിയാക്കിയത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചത്. നാടെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ പൊതുപര്യടനം കടന്നുപോയ വഴികളിലെല്ലാം സ്നേഹോഷ്മള സ്വീകരണം ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചു. ധർമ്മടം നിയോജക മണ്ഡലം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണെന്ന് അറിയാലോ. രാവിലെ 8 മണിക്ക് മുഴപ്പിലങ്ങാടെന്ന് അവിടെ മുഴപ്പിലങ്ങാട് ബീച്ച്, അവിടെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ആളുകൾ ഇവിടെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതേസമയം UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ പൊതുപര്യടനം ആരംഭിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കണ്ണൂരിൽ പര്യടനം ഉദ്ഘാടനം ചെയ്തത്. പ്രചരണത്തിൽ ശ്രീമതി ടീച്ചർക്ക് ഒപ്പമെത്താനുള്ള ശ്രമത്തിലാണ് സുധാകരൻ. ഇന്ന് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ 50% ഇന്ന് തീർക്കും. ഞങ്ങൾ 2 ദിവസമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രചരണത്തിന്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ 50% ഇന്ന് തീർക്കും. 30 പോയിന്റ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യും. NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ ആദ്യഘട്ട പര്യടനത്തിലാണ്. പ്രചരണത്തിൽ ഇത്തിരി തുടങ്ങാൻ കുറച്ച് വൈകി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങൾ ഈ ലോവർ ലെവലിൽ താഴെ ഘടകങ്ങളിലുള്ള നമ്മുടെ പാർട്ടി യൂണിറ്റുകൾ ജനങ്ങളെ സമ്പർക്കം ചെയ്യുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ശ്രീമതി ടീച്ചറുടെ 3ാം ഘട്ട പര്യടനം ആരംഭിക്കും. പ്രചരണത്തിന്റെ 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് LDF സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചർ പ്രചരണ രംഗത്ത് വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിക്ക് ഒപ്പമെത്താനുള്ള ശ്രമത്തിലാണ് UDFും NDAയും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. കടലിന്റെ മക്കളെ അപമാനിച്ച് ശശി തരൂർ MP. മത്സ്യമാർക്കറ്റിലെ മണം തനിക്ക് ഓക്കാനമുണ്ടാക്കുന്നതാണെന്ന് ശശി തരൂരിന്റെ ട്വീറ്റ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മത്സ്യമാർക്കറ്റിലെത്തിയ ശേഷമായിരുന്നു തരൂരിന്റെ ട്വീറ്റ്. പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമായി മാറിയ മത്സ്യത്തൊഴിലാളികളും മത്സ്യം കഴിക്കുന്ന മലയാളികളെയും അപമാനിക്കുന്ന ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കടലിന്റെ മക്കളെ അപമാനിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ നടത്തിയ ട്വിറ്റർ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമായത്. പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടു തേടി മത്സ്യമാർക്കറ്റിലെത്തിയ ശശി തരൂർ തുടർന്ന് ചിത്രം സഹിതം ട്വിറ്ററിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. മീൻമണമേറ്റാൽ ഓക്കാനിക്കുന്ന വെജിറ്റേറിയൻ ബോധമാണ് തനിക്കുള്ളതെന്നും എന്നാൽ ചന്തയിലെ ആരവങ്ങൾ തന്നെ ഉത്സാഹഭരിതനാക്കി എന്നുമാണ് ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകളും നേതാക്കളും രംഗത്തു വന്നു. തരൂരിന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് സവർണ ജാതിത്വത്തിന്റെ ജാതിബോധമാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷമയാണ് അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കാതെ കാത്തതെന്നും CPIM നേതാവും MLAയുമായ M സ്വരാജ് പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലും ശശി തരൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പ്രളയകാലത്തെ രക്ഷകരെ അപമാനിക്കും വിധമാണ് മത്സ്യഗന്ധി സമൂഹത്തെ MP അപമാനിച്ചതെന്നാണ് ഉയരുന്ന വിമർശനം. ശശി തരൂരിന്റെ അഭിപ്രായം തന്നെയാണോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും മത്സ്യത്തൊഴിലാളികളെ കുറിച്ചുള്ള അഭിപ്രായമെന്ന ചോദ്യവും എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച ഘട്ടത്തിൽ ശശി തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനം ചർച്ചയായാൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും
കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തരൂരിന്റെ ട്വീറ്റിനെതിരെ കൊച്ചിയിലും പ്രതിഷേധം. തോപ്പുംപടി ബീച്ച് റോഡ് ജംഗ്ഷനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കൊച്ചിയിലും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ശശി തരൂർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് തോപ്പുംപടിയിലെ ബീച്ച് റോഡിലുള്ള സൗദി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സൈനികരെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച തങ്ങളെ അപമാനിച്ച ശശി തരൂരിനെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് അവർ പറഞ്ഞു. പ്രളയമുണ്ടായപ്പോൾ 10,000-കണക്കിന് ജനങ്ങളെ സ്വന്തം നെഞ്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞ ഒരു ജനവിഭാഗത്തെയാണ് എനിക്ക് അവരെ കാണുമ്പോൾ ഓക്കാനിക്കുന്നുവെന്ന് ഛർദ്ദിക്കുന്നുവെന്ന് പറഞ്ഞാൽ വളരെ തളം താന്ന ആ ജനവിഭാഗത്തോട് കാട്ടിയ നിന്ദ്യമായ ഭാഷയാണ്. അതുകൊണ്ട് അദ്ദേഹം പൊതുമാപ്പ് പറയണം. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത MP-മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള തെളിവാണ് ശശി തരൂർ. അറേ സമൂഹത്തോടുള്ള കോൺഗ്രസിന്റെ മനോഭാവത്തിനെതിരെ സമ്മതിദാനാവകാശത്തോടെ പ്രതികരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇത് വലിയ തിരിച്ചടിയായിരിക്കും ശശി തരൂരിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിക്കാൻ പോകുന്നു. ശംഖുമുഖം അടക്കമുള്ള മത്സ്യമേഖല ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് ശശി തരൂരിന്റെ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാണ് ഇത് കാണാൻ. ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്താകമാനം, പ്രത്യേകിച്ച് മധ്യകേരളത്തിലും തീരദേശ മേഖലയെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിനെതിരെ കൊല്ലത്തും തീരമേഖലയിലും പ്രതിഷേധം. പന്തം കൊളുത്തിയായിരുന്നു പ്രതിഷേധം. മത്സ്യങ്ങൾ ജീവിക്കുന്ന കടലിന്റെ ഓരത്തു നിന്നാണ് വാടി മൂതാക്കര മുതൽ പോർട്ട് കൊല്ലം വരെ പന്തം കൊളുത്തി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മത്സ്യഗന്ധമുള്ള തൊഴിലാളികളുടെ വോട്ട് മാത്രം ശശി തരൂരിന് എന്തിനെന്നും UDF കേരളത്തിലെ സൈന്യത്തോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഏറ്റവുമായി തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ മൊത്തം അവഗണിച്ച ഒരു രീതിയാണ് ഈ MP പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ നയങ്ങൾക്കൊരു രീതിയാണ് മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുമായിട്ട് യോജിച്ചൊരു വിഷയമില്ല ഇത് പറയുന്നത്. തീരപ്രദേശത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികളെ ഒരു പ്രത്യേകിച്ച് ധിക്കരിച്ചൊരു സംസാരമാണ് ശശി തരൂർ MP പറഞ്ഞിരിക്കുന്നത്. പ്രളയത്തിൽ വന്ന് എല്ലാവരും രക്ഷാപ്രവർത്തനം പോയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിൻസല്യൂട്ട് കൊടുത്തതാണ് സൈന്യം എന്ന് പറഞ്ഞിട്ട്. ആ സൈന്യത്തെയാണ് ഇപ്പം മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അവമാനിച്ചിരിക്കുന്നത്. മത്സ്യം പിടിക്കുന്നതിലും വിൽക്കുന്നതിലും ഇതര സമുദായത്തിൽപ്പെട്ടവരുമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ മനസ്സിലാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. പ്രളയകാലത്ത് കേരളത്തിലെ UDF MP-മാരെ എവിടെയും കണ്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശശി തരൂർ അപമാനിച്ചതിൽ കോഴിക്കോട്ടും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടലിന്റെ മക്കളെ അപമാനിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയിൽ കോഴിക്കോട്ടെ കടൽ തീരത്തെ ജനങ്ങളും പ്രതിഷേധിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താണ് പറയാനുള്ളത് ശശി തരൂരിന്റെ പ്രസ്താവനയിൽ? മത്സ്യത്തൊഴിലാളി അപമാനിച്ചതിൽ സൈന്യ എന്ന് പറഞ്ഞ ആ സമൂഹത്തെ അപമാനിച്ച ശശി തരൂരിനെ പോലത്തെ പാർലമെന്റ് മെമ്പർമാരെ കേരളത്തിൽ നിന്ന് ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും തന്നെ ഞാൻ പറയാനുള്ളത്. കാരണം ഇത്രയും ജീവൻ പണയം വെച്ച് ഇവിടെയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചതിന്റെ പേരിൽ ജാതി മതവും ഗുണവും നിറവൊന്നും നോക്കാതെ ഈ പ്രളയമുള്ള സമയത്ത് എല്ലാവരും ജീവൻ രക്ഷപ്പെടുത്തിയതാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ ഒരു മത്സ്യത്തൊഴിലാളിനെ കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ സൈന്യമായിട്ട് അംഗീകരിച്ചു. പക്ഷേ ആ സൈന്യത്തെ ഒന്നായിട്ട് അപമാനിക്കുന്നൊരു പ്രസ്താവനയാണെന്ന് ശശി തരൂർ എടുത്തത്. ഈ മത്സ്യത്തൊഴിലാളികളെ മൊത്തം ചവിട്ടിത്തേക്കുന്ന ഒരു പ്രസ്താവന കൊണ്ട് ഇങ്ങനത്തെ പ്രതിനിധി ഈ കേരളത്തിന് വേണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്നുവെച്ചാൽ പ്രളയം വന്നതിന് ശേഷം നമ്മൾ ജാതി മതം നോക്കാതെയായിരുന്നു നമ്മളെ ആങ്ങളമാരായാലും ഭർത്താക്കന്മാരൊക്കെ പ്രളയത്തിൽ രക്ഷിക്കാനുണ്ടായിരുന്നത്. കടലോര മേഖലയിൽ അത്രയും അധ്വാനിച്ചിട്ട് പോയതാണ്.
അപ്പോൾ ഇത് എന്താ പറയുക MP പറഞ്ഞത് കൊണ്ട് ഭയങ്കര മറ്റൊരു വേദന നമുക്ക് ഈ നാട്ടിൽ ഉണ്ടായി. ഒരു മാപ്പ് പറയണമെന്നുള്ള. ഇനിയുള്ള നാളുകളിലും പ്രതിഷേധം ശക്തമാവുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കോട്ടാലിക്കൊപ്പം PV ജോഷില. മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് LDF. പ്രളയകാലത്ത് കേരളീയ ജനസമൂഹത്തെ മഹാദുരന്തത്തിൽ നിന്നും രക്ഷിച്ച കേരളത്തിന്റെ സ്വന്തം സൈന്യത്തെയാണ് ശശി തരൂർ അപമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ കാഴ്ചപ്പാടും സമീപനവുമാണ് തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് GR അനിലും പ്രസ്താവനയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം നീളുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിവിധ സ്ഥാനാർത്ഥി പട്ടികകളിലും വയനാട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും ഇതിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തീരുമാനം ഇനിയും നീട്ടില്ലെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. വയനാട് സീറ്റിന്റെ കൂടെ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനാണ് കോൺഗ്രസിന്റെ ആലോചന. അമേഠിയിൽ നിന്നുള്ള MP ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള ആവശ്യം ന്യായമെന്നും ഒരു ഹിന്ദി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതേ നിലപാട് പിന്നീട് വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിലും രാഹുൽ ആവർത്തിച്ചു. എന്നാൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ രാഹുൽ തീരുമാനം പറഞ്ഞില്ല. ഇതോടെ വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തില്ലെന്ന് വ്യക്തമായി. രാഹുൽ ഗാന്ധി വയനാട്ടിലോ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നോ മത്സരിക്കുമോ എന്ന ചോദ്യം സജീവമായി നിലനിൽക്കവെയാണ് താൻ അമേഠിയിൽ നിന്നുള്ള MP ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അമേഠി തന്റെ കർമ്മഭൂമിയാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് മണ്ഡലം നിലനിർത്തുമെന്ന് ഒരു ദേശീയ മാധ്യമത്തോട് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യം ശരിയാണെന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. താൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യമുയരാൻ കാരണം മോദിയാണ്. ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിൽ സ്നേഹത്തിന്റെ പാതയുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJP ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഭാഷയും സംസ്കാരവും ഭീഷണി നേരിടുന്നുവെന്ന തോന്നലിലാണ് താൻ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ പറഞ്ഞു. ഈ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാൽ മണ്ഡലം നിലനിർത്തുമെന്നായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. അമേഠിയാണ് താൻ നിലനിർത്തുകയെന്ന് രാഹുൽ വ്യക്തമാക്കിയതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇതിനും മറുപടി പറയേണ്ട അവസ്ഥയിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ നാളെ മുതൽ സംസ്ഥാനത്തെത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുക. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന LDFന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആവേശം പകരാനായാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും 2 ഘട്ടങ്ങളായി പ്രചാരണം നടത്തും. നാളെ രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രചാരണത്തിന് തുടക്കമാകുക. നാളെ മുതൽ ഏപ്രിൽ 2 വരെ ആദ്യഘട്ട പ്രചരണവും ഏപ്രിൽ 17 മുതൽ 20 വരെ രണ്ടാംഘട്ട പ്രചരണവും യെച്ചൂരി നടത്തും. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയും 2 ഘട്ടങ്ങളിലായി തന്നെയാണ് പര്യടനം നടത്തുന്നത്. സുഭാഷിണി അലി 9 ദിവസവും S. രാമചന്ദ്രൻ പിള്ള 14 ദിവസവും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 20 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ 9 മണ്ഡലങ്ങളിലും പര്യടനത്തിനെത്തും. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏപ്രിൽ 9-നും അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ ഏപ്രിൽ 3-നും അമർജിത് കൌൾ ഏപ്രിൽ 6-നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നാളെ മുതൽ ഏപ്രിൽ 20 വരെയായും പ്രചരണ രംഗത്തുണ്ടാകും. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാനും ആവേശം നിറയ്ക്കാനുമായി ദേശീയ നേതാക്കൾ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം വീണ്ടും കൊഴുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജനലക്ഷങ്ങൾ പങ്കെടുത്ത KPMS 48ാം സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികളെയും യാഥാസ്ഥിതികരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ കൈകോർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് മതനിരപേക്ഷത തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും സംസ്ഥാനത്ത് മതമോ ജാതിയോ ആയ ഭിന്നത കടന്നുകൂടരുതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളെയും യാഥാസ്ഥിതികരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ കൈകോർക്കണമെന്ന ആഹ്വാനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ KPMSന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 5 വർഷം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ വലിയ കടന്നാക്രമണങ്ങളാണ് നടന്നത്. ഈ ദുരവസ്ഥ ചർച്ച ചെയ്യാതെ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഇത്തരം ജാതീയമായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ഭരണാധികാരികൾ ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടത് 2 വിഭാഗമായിരുന്നു. ജാതീയമായ രീതിയിൽ നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം. നമ്മുടെ നാടിനെ ജാതിവെറിയുടെയും മതസ്പർദ്ധയുടെയും ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട് ഇന്ന് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലാണ് ഈ മാറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. KPMS പ്രസിഡന്റ് V. ശ്രീധരൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ബിനോയ് വിശ്വം MP, മേയർ VK പ്രശാന്ത്, MLAമാരായ VK ഇബ്രാഹിം കുഞ്ഞ്, M. വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. P. ജയരാജൻ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C. ദിവാകരനും ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി A. സമ്പത്തും ജില്ലാ കളക്ടർ K. വാസുകിക്ക് മുൻപാക്കിയാണ് രാവിലെ 10-നാണ് പത്രിക സമർപ്പിക്കുക. ഇടത് സ്ഥാനാർത്ഥികളായ P. ജയരാജൻ, PK ശ്രീമതി, A. പ്രദീപ് കുമാർ, P. രാജീവ്, ഇന്നസെന്റ്, AM ആരിഫ് എന്നിവരും ഇന്ന് പത്രിക സമർപ്പിക്കും. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനും ഇന്ന് പത്രിക സമർപ്പിക്കുമെന്ന് അറിയിച്ചു. ഇന്നലെ വരെ 23 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിർണായക മണിക്കൂറുകളിലൂടെയാണ് കുട്ടി കടന്നുപോകുന്നതെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി അരുണിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് മർദ്ദനം നടന്ന കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തും. കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. തലച്ചോറിനേറ്റ ക്ഷതം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് ആരോഗ്യനില മോശമായി തുടരാൻ കാരണം. നിർണായകമെന്ന് ഡോക്ടർമാർ വിശേഷിപ്പിച്ച 48 മണിക്കൂർ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. ആശ്വാസകരമായ ഒരു പ്രതികരണവും ഉണ്ടായില്ലെങ്കിൽ വെന്റിലേറ്റർ സഹായം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അതേസമയം കുട്ടിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പ്രതി അരുൺ ആനന്ദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുട്ടി മർദ്ദനത്തിന് ഇരയായ തൊടുപുഴ കുമാരമംഗലത്തെ വീട്ടിൽ പ്രതിയെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയിൽ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യതാപ മുന്നറിയിപ്പ് തുടരുന്നു. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും. മുന്നറിയിപ്പ് നീട്ടി 1 മാസത്തിനിടെ 364 പേർക്കാണ് സൂര്യാതാപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യതാപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4 ദിവസമാണ് 41 ഡിഗ്രി ഇവിടെ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ വേനൽ
വേനൽമഴ നേരിയ തോതിൽ സംസ്ഥാനത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് ലഭിച്ചില്ലെങ്കിൽ ചൂട് ഇനിയും കടുക്കും. നിലവിൽ 51% കുറവാണ് വേനൽമഴയിൽ ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരിഷ്കരിച്ച ബ്രെക്സിറ്റ് പ്രമേയം ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി തെരേസ മേയുടെ പ്രമേയം 286-നെതിരെ 344 വോട്ടിന് പാർലമെന്റ് തള്ളി. മൂന്നാം തവണയാണ് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള കരാർ തള്ളുന്നത്. മുൻപ് 2 തവണ മേയുടെ പ്രമേയം പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയിരുന്നു. പാസ്സായാൽ രാജിവെക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പുതിയ കരാറുമായി തെരേസ മേ വീണ്ടും എത്തിയത്. പക്ഷേ മേയുടെ വാഗ്ദാനം പാർലമെന്റ് കണക്കിലെടുത്തില്ല. പ്രതിസന്ധി മറികടക്കാൻ തെരേസ മേയെ മറികടന്ന് മറ്റ് എംപിമാർ അവതരിപ്പിച്ച പ്രമേയങ്ങളും വോട്ടിനിട്ട് തള്ളിയിരുന്നു.